സൂര്യനിലുണ്ടായ അപ്രതീക്ഷിതമായ മാറ്റങ്ങൾ ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരെയും ദുരന്ത നിവാരണ ഏജൻസികളെയും ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. സൂര്യന്റെ ഏറ്റവും സജീവമായ മേഖല തീവ്രമായ എക്സ് ക്ലാസ് സൗരജാലകൾ പുറത്തുവിട്ടിരിക്കുന്നു. ഇത്തരം അപ്രതീക്ഷിത മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടാവാൻ സാധ്യതയുള്ള അപകടകരമായ ബഹിരാകാശ കാലാവസ്ഥ പ്രതിഭാസങ്ങളെ കുറിച്ച് നാസ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സൂര്യന്റെ പുറംപാളിയിൽ നിന്ന് പ്ലാസ്മ എന്നറിയപ്പെടുന്ന അത്യധികം ചൂടുള്ള പദാർത്ഥം പൊട്ടിത്തെറിക്കുന്ന പ്രതിഭാസമായ കൊറോണൽ മാസ് ഇജക്ഷൻ മൂലമുള്ള സൗരജ്വാലയിൽ നിന്നുള്ള അപകടകരമായ വികിരണങ്ങൾ ഡിസംബർ 1 ഭൂമിയിലെത്തുമെന്നാണ് മുന്നറിയിപ്പ്. സൗരജ്വാലയിൽ നിന്നുള്ള ഹാനികരമായ വികിരണം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നുപോകാനും മനുഷ്യനെ ബാധിക്കാനും കഴിയില്ലെങ്കിലും അത് GPS കണക്ടിവിറ്റിയെയും ആശയവിനിമയ സിഗ്നലുകളെയും തടസ്സപ്പെടുത്തിയേക്കും. സൂര്യന്റെ ഏറ്റവും സജീവമായ സൺസ്പോട്ട് റീജിയൻ ഇപ്പോൾ ഭൂമിക്ക് അഭിമുഖമായി വന്നിരിക്കുകയാണ്. ഈ ഭാഗത്തു നിന്നും ഒരു X2.7 ക്ലാസ് സൗരജ്വാല പുറപ്പെട്ടിരുന്നു. 2025 ഇതുവരെ രേഖപ്പെടുത്തിയതിൽ വെച്ച് ഏറ്റവും തീവ്രമായ സൗരവിസ്ഫോടനമാണിത്. അസാധാരണമായി സജീവമായ സൺസ്പോട്ട് AR4087 നിന്നാണ് ഈ ജ്വാലകൾ ഉത്ഭവിച്ചത്. ഭൂമിയുടെ ദിശയിലുള്ള സൂര്യന്റെ ദൃശ്യമായ അർദ്ധഗോളത്തിൽ ഈ എക്സ് ക്ലാസ് സൗരജ്വാലകൾ കൂടുതൽ പ്രകടമായിട്ടുണ്ട്. സൗരപ്രവർത്തനങ്ങളിലെ ഈ വർധനവ് 2024 മെയ് 13 ഇന്ത്യൻ സമയം രാവിലെ 11:38 ഒരു X1.2 ക്ലാസ് ജ്വാലയോടെയാണ് ആരംഭിച്ചത്. തൊട്ടടുത്ത ദിവസം കൂടുതൽ ശക്തമായ X2.7 ക്ലാസ് ജ്വാലയും ഉണ്ടായി. ഈ രണ്ടാമത്തെ ജ്വാല ഒരു ഷോർട്ട് വേവ് റേഡിയോ ബ്ലാക്ക് ഔട്ടിനും കാരണമായി. ഇത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, മിഡിൽ ഈസ്റ്റ്, തെക്കുകിഴക്കൻ ഏഷ്യ എന്നിവയുൾപ്പെടെ വലിയ പ്രദേശങ്ങളിൽ വ്യാപകമായ റേഡിയോ ആശയവിനിമയങ്ങളെ ബാധിച്ചു. ഇത്തരം തടസ്സങ്ങൾ ആഗോള ആശയവിനിമയ ശൃംഖലകളിലും നിർണായക അടിസ്ഥാന സൗകര്യങ്ങളിലും സൗരപ്രവർത്തനങ്ങൾക്ക് എത്രത്തോളം വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ബഹിരാകാശ കാലാവസ്ഥാ പ്രഖ്യാതങ്ങളെ നേരിടുന്നതിന് വേണ്ടി US ഫെഡറൽ എമർജൻസി മാനേജ്മെന്റ് ഏജൻസി 2024 മെയ് 8 കൊളറാഡോയിലെ ഡെൻവറിൽ സ്പേസ് വെതർ ടേബിൾ ടോപ്പ് എക്സസൈസ് സംഘടിപ്പിച്ചു. US എയർ നാഷണൽ ഗാർഡിന്റെ 140ാം വിങ്ങും 233ാം സ്പേസ് ഗ്രൂപ്പും കൂടാതെ നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയറിക് അഡ്മിനിസ്ട്രേഷൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി തുടങ്ങിയ പ്രധാന ഫെഡറൽ ഏജൻസികളും ഈ നിർണായക ഡ്രില്ലിൽ പങ്കെടുത്തു. ഈ വലിയ സൗര കൊടുങ്കാറ്റ് മൂലം ഉണ്ടാകാനിടയുള്ള വെല്ലുവിളികളെ കുറിച്ച് ഏജൻസികൾക്കിടയിൽ തുറന്നതും സമഗ്രവുമായ ചർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഈ ഡ്രില്ലിന്റെ ലക്ഷ്യം. 2028 ജനുവരിയിൽ സംഭവിച്ചേക്കാവുന്ന കാര്യങ്ങളാണ് ഈ ഡ്രില്ലിൽ അനുകരിച്ചത്. കൊറോണൽ മാസ് ഇജക്ഷനുകൾ മൂലമുണ്ടാകുന്ന പല തലങ്ങളിലുള്ള ഭൗമകാന്തിക കൊടുങ്കാറ്റുകളും ഇതിൽ ഉൾപ്പെടുന്നു. ഈ ഡ്രില്ലിൽ അനുകരിച്ച ഏറ്റവും വിനാശകരമായ സാഹചര്യം സോളാർ സൂപ്പർസ്റ്റോമാണ്. ഇത് ഇന്റർനെറ്റ് സേവനങ്ങൾ തകരാറിലാക്കാനും US-ന്റെ ഇലക്ട്രിക്കൽ ഗ്രിഡിന്റെ ചില ഭാഗങ്ങളെ പ്രവർത്തനരഹിതമാക്കാനും കിഴക്കൻ തീരപ്രദേശങ്ങളിൽ വലിയ തോതിലുള്ള വൈദ്യുതി മുടക്കങ്ങൾക്കും കാരണമായേക്കാം. ഇങ്ങനെയൊരു ദുരന്തം റെയിൽവേ, പൈപ്പ് ലൈനുകൾ, വൈദ്യുതി ഗ്രിഡുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൗകര്യങ്ങളെ തകർക്കുകയും ഇന്ധന വില വർധനവിനും കാരണമാവുകയും ചെയ്യും. ഇങ്ങനെയൊരു സംഭവം സാമ്പത്തികവും സാമൂഹികവും സുരക്ഷാപരവുമായ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. സൗര കൊടുങ്കാറ്റ് ഭൂമിയെ നേരിട്ട് ബാധിക്കില്ല, എന്നാൽ ഇത് സാങ്കേതിക വിദ്യയിൽ ഉണ്ടാക്കാവുന്ന തടസ്സങ്ങൾ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചേക്കാം. ഭാവിയിൽ സംഭവിക്കാവുന്ന വലിയ സൗര കൊടുങ്കാറ്റുകളുടെ സാധ്യത മുൻനിർത്തി ഗവേഷണങ്ങൾ ശക്തിപ്പെടുത്തുന്നതും അടിസ്ഥാന സൗകര്യങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതും ആഗോളതലത്തിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നതും നിർണായകമായിരിക്കും. ഈ വെല്ലുവിളികളെ നേരിടാൻ സമൂഹം ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സമയമാണിത്.